പെഹൽഗാമിലെ ചോരത്തുള്ളികൾക്ക് ഇന്ത്യ പ്രതികാരം ചെയ്തിരിക്കുന്നു. നമ്മുടെ വിലപ്പെട്ട 26 ജീവനുകൾ കവർന്ന ഭീകരാക്രമണം നടത്തിയവർക്ക് തക്ക ശിക്ഷ തന്നെ ലഭിച്ചു. പാകിസ്ഥാനിലെ ഭീകര കേന്ദ്രങ്ങൾ ലക്ഷ്യമിട്ട് ഇന്ത്യ നടത്തിയ ഓപ്പറേഷൻ സിന്ദൂർ എന്ന സർജിക്കൽ സ്ട്രൈക്കിൽ ഭീകര കേന്ദ്രങ്ങൾ ചീട്ടുകൊട്ടാരം പോലെ തകർന്നടിഞ്ഞു. പാകിസ്ഥാനിലെ 9 ഭീകര കേന്ദ്രങ്ങളാണ് ഇരുട്ടി വെളുക്കുമ്പോഴേക്കും ചാരക്കൂമ്പാരമായി മാറിയത്. എങ്ങനെയാണ് ഇന്ത്യ ഇത് കൃത്യമായി നടത്തിയത്? അതിനുള്ള ഉത്തരമാണ് റഫാൽ യുദ്ധവിമാനങ്ങളിൽ ഘടിപ്പിച്ച സ്കാൾപ്പ് ക്രൂയിസ് മിസൈലുകളും ഹാമർ വെടിക്കോപ്പുകളും. ഈ 2 വജ്രായുധങ്ങളാണ് പാകിസ്ഥാൻ ഭീകരരെ തുരത്താൻ ഇന്ത്യക്ക് കരുത്ത് പകർന്നത്. എന്താണ് സ്കാൾപ്പ് മിസൈലുകൾ? സ്റ്റോം ഷാഡോ എന്നും അറിയപ്പെടുന്ന സ്കാൾപ്പ് വായുവിൽ നിന്ന് വിക്ഷേപിക്കുന്ന ദീർഘദൂര ക്രൂയിസ് മിസൈലാണ്. ഇതിന് റഡാറുകളുടെ കണ്ണിൽപ്പെടാതെ സഞ്ചരിക്കാനുള്ള ശേഷിയുണ്ട്. ഏത് കാലാവസ്ഥയിലും ഒരുപോലെ പ്രവർത്തിക്കാനും സാധിക്കും. സ്കാൾപ്പ് ഒരു യൂറോപ്യൻ മിസൈൽ സംവിധാനമാണ്. സിസ്റ്റം ഡേ ക്രോസിയർ ഓട്ടോനോം എ ലോഞ്ച് പോർട്ടി എന്നാണ് ഇതിൻ്റെ പൂർണ്ണമായ പേര്. നിർമ്മാതാക്കളായ MBDA സിസ്റ്റംസ് നൽകുന്ന വിവരണമനുസരിച്ച് ഈ ആയുധം ദൂരെ സ്ഥിതി ചെയ്യുന്ന ലക്ഷ്യസ്ഥാനങ്ങളിൽ ഉയർന്ന കൃത്യതയോടെ ആക്രമണം നടത്താൻ ശേഷിയുള്ളതാണ്. INS, GPS, ടെറൈൻ റഫറൻസിംഗ് എന്നിവ സംയോജിപ്പിച്ച നൂതന നാവിഗേഷൻ സംവിധാനമാണ് സ്റ്റോം ഷാഡോ അല്ലെങ്കിൽ സ്കാൾപ്പിൻ്റെ അസാധാരണമായ കൃത്യതയ്ക്ക് കാരണം. വിക്ഷേപണത്തിന് ശേഷം റഡാറിൽ നിന്ന് രക്ഷപ്പെടാൻ ഈ മിസൈൽ ഭൂപ്രദേശത്തിന് സമാന്തരമായി താഴ്ന്നു പറക്കുന്നു. ലക്ഷ്യസ്ഥാനത്തെത്തുമ്പോൾ ഇതിൻ്റെ ഇൻഫ്രാറെഡ് സീക്കർ സംഭരിച്ച ചിത്രവുമായി ലക്ഷ്യത്തിൻ്റെ ചിത്രം താരതമ്യം ചെയ്യുകയും കൃത്യമായ ആക്രമണം നടത്തുകയും നാശനഷ്ടം കുറയ്ക്കുകയും ചെയ്യും. സ്കാൾപ്പിന് മികച്ച സ്റ്റെൽത്ത് ശേഷിയും അസാധാരണമായ കൃത്യതയുമുണ്ട്. കമാൻഡിംഗ് സെൻറ്ററുകൾ, എയർഫീൽഡുകൾ, അടിസ്ഥാന സൗകര്യങ്ങൾ തുടങ്ങിയ ഉറപ്പുള്ള ലക്ഷ്യസ്ഥാനങ്ങളിൽ കൃത്യമായ ആക്രമണം നടത്താൻ ഈ സവിശേഷതകൾ സഹായിക്കും. ദൂരെയുള്ള ലക്ഷ്യസ്ഥാനങ്ങളിൽ ആക്രമണം നടത്താനുള്ള കഴിവ് പാകിസ്ഥാനുള്ളിലെ ഭീകരരുടെ അടിസ്ഥാന സൗകര്യങ്ങൾ ഒറ്റയടിക്ക് തകർക്കാൻ സ്കാൾപ്പിനെ സഹായിച്ചു. ഹമ്മർ ഗൈഡഡ് ബോംബുകളാണ് ഓപ്പറേഷൻ സിന്ദൂരിൽ ഇന്ത്യ ഉപയോഗിച്ച മറ്റൊരു ആയുധം. ഹൈലി അജൈൽ മോഡുലാർ മ്യൂണിഷൻ എക്സ്റ്റെൻഡഡ് റേഞ്ച് എന്നാണ് പൂർണ്ണനാമത്തിൽ അറിയപ്പെടുന്ന ഹമ്മർ ബോംബുകൾ 70 കിലോമീറ്റർ ദൂരപരിധിയിൽ എല്ലാ കാലാവസ്ഥയിലും ഉപയോഗിക്കാനാകും. കൃത്യതയുള്ള എയർ ടു ഗ്രൗണ്ട് വെടിക്കോപ്പായ ഇത് ഗ്ലൈഡ് ബോംബ് എന്നും അറിയപ്പെടുന്നു. ഈ വെടിക്കോപ്പിൻ്റെ നിർമ്മാതാക്കളായ ഫ്രഞ്ച് കമ്പനി സഫ്രാൻ പറയുന്നത് വിവിധ സ്റ്റാൻഡേർഡ് ബോംബ് ബോഡികളുമായി ഹമ്മർ പൊരുത്തപ്പെടുന്നു എന്നാണ്. ജാമിങ്ങിനെ പ്രതിരോധിക്കാനും സ്വയം നിയന്ത്രിതമായി പ്രവർത്തിക്കാനും ശേഷിയുള്ള ഈ ആയുധ സംവിധാനം താഴ്ന്ന ഉയരത്തിൽ നിന്നും ദുർഘടമായ പ്രദേശങ്ങളിൽ നിന്നും ഒരുപോലെ വിക്ഷേപിക്കാൻ കഴിയും. ഇതുകൂടാതെ INS, GPS, ലേസർ, IR എന്നിവ ഉൾപ്പെടെയുള്ള വിപുലമായ ഗൈഡൻസ് സംവിധാനങ്ങളും ഇതിനുണ്ട്. വിവിധ തരം പോർമുനകളും ഗൈഡൻസ് സംവിധാനങ്ങളും ഉള്ളതുകൊണ്ട് തന്നെ ക്ലോസ് എയർ സപ്പോർട്ട് മിഷനുകൾക്കും ദൂരെയുള്ള ലക്ഷ്യസ്ഥാനങ്ങളിൽ ആക്രമണം നടത്താനും ഇത് ഏറെ അനുയോജ്യമാണ്. താഴ്ന്ന ഉയരത്തിൽ നിന്ന് വിക്ഷേപിക്കാൻ കഴിയുന്നതിനാൽ ഇത് തടയുക പ്രയാസമാണ്. പാകിസ്ഥാനിലെ ഭീകരരുടെ കോട്ട പോലുള്ള ഉറപ്പുള്ള ലക്ഷ്യസ്ഥാനങ്ങളിൽ തുളഞ്ഞു കയറാൻ മികച്ച തിരഞ്ഞെടുപ്പാണ് ഹമ്മർ. ഈ 2 ആയുധ സംവിധാനങ്ങളുടെയും കൃത്യമായ ഉപയോഗം പാകിസ്ഥാനിലെ ജയ്ഷെ മുഹമ്മദ്, ലഷ്കർ എ ത്വയ്ബ തുടങ്ങിയ ഭീകര സംഘടനകളുടെ ആസ്ഥാനങ്ങൾ ചാരമാക്കാൻ ഇന്ത്യൻ സേനയെ സഹായിക്കുകയും ഓപ്പറേഷൻ സിന്ദൂർ വിജയകരമാക്കുകയും ചെയ്തു. Waytonikah.com, the exclusive Muslim matrimonial site.